ഹലോ എവരിവൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഡിസംബർ 2025 നെറ്റ് സൈക്കോളജി, അതായത് പേപ്പർ 2 സൈക്കോളജിയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ എൻലൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 4 ക്ലാസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതായത് സൈക്കോളജി തോട്ട്സ് ഇൻ ഈസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ പാർട്ട് 1ഉം 2ഉം കൂടാതെ വെസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ പാർട്ട് 1ഉം 2ഉം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെങ്കിൽ എല്ലാവരും അത് കാണുക. കൂടാതെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. എല്ലാവരും അതിൽ കയറിയിട്ട് നിങ്ങൾ ബാക്കി വരുന്ന പോൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് സൈക്കോളജി തോട്ട്സ് ഇൻ ഈസ്റ്റേൺ സിസ്റ്റത്തിൽ ഒരു പാർട്ട് 3യിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നിങ്ങൾ നെറ്റ് സൈക്കോളജീൻ്റെ ഏത് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും 2019 മുതലുള്ള എല്ലാ ഇയറിലും ഓരോ ക്വസ്റ്റ്യൻ വീതമെങ്കിലും ബുദ്ധിസത്തിന് വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജൂൺ 2023 2 ക്വസ്റ്റ്യൻ വീതമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്, ഈസ്റ്റേൺ സിസ്റ്റത്തിലെ ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പം ബുദ്ധിസമാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഡിവിഷൻസും അതിൻ്റെ 4 നോബിൾ ട്രൂത്ത്സും 8 ഫോൾഡ് പാത്തും, ഈ 3 സാധനങ്ങൾ നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം PYQ അനാലിസിസിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഫസ്റ്റ് PYQ. അപ്പം നമുക്കൊരു 3 PYQ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനുശേഷം നമുക്ക് കൺസെപ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് PYQ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ഓഗസ്റ്റ് 2024, അതായത് ലാസ്റ്റ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കാം അല്ലേ. ലിസ്റ്റ് 1 ദുഃഖ സമുദായ, ദുഃഖ നിരോധ മാർഗ. ഇത് ലിസ്റ്റ് 1 കൊടുത്ത ഓപ്ഷൻസ് ആണ്. കൂടാതെ ലിസ്റ്റ് 2 എന്തുണ്ട്? സഫറിങ് ആസ് എ പാർട്ട് ഓഫ് ലൈഫ്, സഫറിങ് ആസ് എൻ എൻഡ്, സഫറിങ് ആസ് എ കോസ്, ദർ ഇസ് എ വേ ടു എൻഡ് സഫറിങ്. അപ്പം ഇത് 4 ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 തമ്മിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ABCD, കൂടാതെ ഏതൊക്കെയാണ് മാച്ച് ചെയ്യുന്ന ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് പോസിബിൾ ടു അക്സെപ്റ്റ് ദ വേൾഡ് ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ഡിസ്സാറ്റിസ്ഫാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെയാണോ നമ്മളുടെ വേൾഡ് ഉള്ളത് അതേപോലെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നതാണ്. ദിസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ബുദ്ധിസം. ബുദ്ധിസത്തിലെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നവംബർ 2021 ക്വസ്റ്റ്യൻ ചോദിച്ചതാണിത്. അതിൽ ഓപ്ഷൻസ് ഏത് വരുന്നത് എന്താണ്? റൈറ്റ് തോട്ട് ഇൻ 8 ഫോൾഡ് പാത്ത്, റൈറ്റ് മൈൻഡ്ഫുൾനെസ് ഇൻ 8 ഫോൾഡ് പാത്ത്, എലിമിനേഷൻ ഓഫ് ക്രേവിംഗ്, എക്സിസ്റ്റൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 8 ഫോൾഡ് പാത്തിനെ പറ്റി പറയുന്നുണ്ട്. ബാക്കി 2 ഓപ്ഷൻസ് ഏതിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഒരു 3rd ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പറയാം. എന്താണ്? Which of the following school of Buddhism focuses on collective freedom from suffering and feeling the ways of enlightenment? അപ്പം കളക്റ്റീവ് ഫ്രീഡം എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഏത് സ്കൂൾ ഓഫ് ബുദ്ധിസത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. ഡിസംബർ 2019 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നിർവാണ, തേരവാദ ബുദ്ധിസം, മഹായാന ബുദ്ധിസം, വജ്രായന ബുദ്ധിസം. ഇങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് ഏകദേശം ബുദ്ധിസത്തിൽ തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. ഇനിയാണ് നമ്മൾ ബുദ്ധിസത്തിലേക്ക് ഒന്ന് കടക്കുന്നത്. അപ്പം നമ്മൾ ബുദ്ധിസത്തിന്റെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുദ്ധിസത്തിന്റെ കഥകള്, ഇല്ലെങ്കിൽ കുറെ ഫിലിംസിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പം മുതൽ നിങ്ങൾ കേട്ട സ്റ്റോറീസിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിസത്തിനെ അല്ലെങ്കിൽ ബുദ്ധനെ പറ്റിയിട്ട്, ബോധിവൃക്ഷത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ബ്രീഫായിട്ട് സിദ്ധാർത്ഥ ഗൗതമ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ഓക്കെ, 6th സെഞ്ച്വറി BC അദ്ദേഹം ജനിക്കുന്നത്. കാപിലവസ്തുവിലുള്ള ഒരു റോയൽ ഫാമിലിയിൽ അദ്ദേഹം ജനിക്കുകയായിരുന്നു. അദ്ദേഹം ലൈഫിൽ ഉണ്ടായിരുന്ന ചില ഇൻസിഡൻസ്, അദ്ദേഹം മാരീഡ് ആയിരുന്നു, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ചില ഇൻസിഡൻസ് കാരണം അദ്ദേഹത്തിന്റെ ലക്ഷറിയസ് ലൈഫ് എന്ത് ചെയ്യാണ് ത്യജിച്ചിട്ട്
തെരുവിലേക്കായിട്ട് ഇറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ വഴി അല്ലെങ്കിൽ കുറേ ധ്യാനങ്ങൾ, കുറേ കാലം, കുറേ വർഷങ്ങളൊക്കെ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടു സെർച്ച് ഫോർ ദ കോസസ് ഓഫ് ഓൾ സഫറിങ്സ് ഇൻ ദ വേൾഡ്. അപ്പം ഈ വേൾഡിലുള്ള എല്ലാ സഫറിങ്സിന്റെയും കോസ്, കാരണം എന്ത് എന്ന് തിരയൽ അല്ലെങ്കിൽ തിരയുന്നായിരുന്നു അദ്ദേഹത്തിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹി അക്കംപ്ലിഷ്ഡ് ഹിസ് മിഷൻ ആൻഡ് പ്രിൻസ് സിദ്ധാർത്ഥ ബിക്കേം ലോർഡ് ബുദ്ധ. അദ്ദേഹം ഈ ഒരു മിഷൻ അദ്ദേഹത്തിന് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം സിദ്ധാർത്ഥ ഗൗതമ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ എന്തായി മാറുന്നത്? ലോർഡ് ബുദ്ധ ആയിട്ട് മാറുന്നത്. അപ്പം ബുദ്ധ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്ന് വരുന്നതാണ്. അർത്ഥം വെക്കുന്നത് എന്താണ്? എൻലൈറ്റൻഡ് വൺ അല്ലെങ്കിൽ അവേക്കൻഡ് വൺ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ബുദ്ധ എന്നുള്ള വാക്കിന്റെ അർത്ഥം. The message of his enlightenment laid the foundation both Buddhist philosophy and religion. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് കിട്ടിയ വഴികൾ ആണ് പിന്നീട് ബുദ്ധിസ്റ്റ് റിലീജിയൻ ഉണ്ടാകാനും ബുദ്ധിസ്റ്റ് ഫിലോസഫി ഉണ്ടാകാനും ഒരു ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. ബുദ്ധിസം ഫോക്കസസ് ഓൺ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രൈവ്സ് ഫോർ ട്രൂ നേച്ചർ ഓഫ് ലൈഫ്. ബുദ്ധിസം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റും കൂടാതെ എന്താണ്, ലൈഫിന്റെ, ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ത്, യഥാർത്ഥ നേച്ചർ എന്തെന്ന് തിരിച്ചറിയുന്നതുമാണ് എന്ത് ബുദ്ധിസം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ബുദ്ധിസത്തിനെ സംബന്ധിച്ചിടത്തോളം എൻലൈറ്റ്മെന്റ് എന്നുള്ള ഒരു അർത്ഥം വരുന്നത് എന്താണ്? ടു ബിക്കം ഫ്രീ ഫ്രം ദ സൈക്കിൾ ഓഫ് ലൈഫ് റീബേർത്ത്. ലൈഫ് റീബേർത്ത്, ജനിക്കുന്നു, മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു, ഒരു പുനർജന്മം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നും മുക്തി ലഭിക്കുക അല്ലെങ്കിൽ ഫ്രീ ആവുക എന്നുള്ളതാണ് എൻലൈറ്റ്മെന്റ് കൊണ്ട് ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധിസം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഒരാൾ ജനിക്കുന്നു, അദ്ദേഹം അല്ലെങ്കിൽ ഒരാൾ ജനിച്ചതിന് ശേഷം അദ്ദേഹം ജീവിച്ചിട്ട് അദ്ദേഹം മിസ്റ്റേക്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു, പിന്നെയും മരിക്കുന്നു. ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു സൈക്കിളിൽ നിന്ന് എങ്ങനെ ഫ്രീ ആവാം, ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പാലിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിളിൽ നിന്ന് ഫ്രീ ആകാം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് കിട്ടും എന്നുള്ളതാണ് ബുദ്ധിസത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അക്കോർഡിംഗ് ടു ബുദ്ധിസം, വൺ ലൈക്സ് ടു ബി അനാഥ. ഓക്കെ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ബുദ്ധിസത്തിൽ വരുന്ന അനാഥ എന്ന് പറയുന്നത്. അനാഥ എന്ന് പറയുന്നത് ഒരു ഓർഫൻ എന്നുള്ള മീനിങ്ങിലല്ല വരുന്നത്. റിട്ടേൺ ടു നത്തിങ്നെസ് അല്ലെങ്കിൽ സെൽഫ്ലെസ്നെസ്, താനൊന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിയലാണ് ഒരാൾക്ക് വേണ്ടത് എന്നാണ് ബുദ്ധിസത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഓക്കെ, ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ബുദ്ധിസം എന്താണ്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ളത്. വളരെ ഡീപ്പായിട്ട് നമുക്ക് ബുദ്ധിസത്തിനെ പറ്റി പോകാനുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഡിവിഷൻസ് ഓഫ് ബുദ്ധിസം. അപ്പം ബുദ്ധിസത്തിന്റെ ഡിവിഷൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദർ ആർ മെനി ഡിവിഷൻസ് ഓഫ് സ്കൂൾസ് വിത്തിൻ ബുദ്ധിസം. ദ മെയിൻ 3 ബ്രാഞ്ചസ്. അപ്പം മെയിൻ ആയിട്ട് 3 ബ്രാഞ്ചസ് ഉണ്ട്. അതിലൊന്നാമതാണ് എന്ത്? തേരാവാദ ബുദ്ധിസം. തേരാവാദ ബുദ്ധിസം ദ ഓൾഡസ്റ്റ് സർവൈവിംഗ് സ്കൂൾ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സർവൈവിംഗ് സ്കൂളാണ്. അത് പണ്ട് മുതലേ പാലിച്ചു വന്നിരിക്കുന്ന ഒരു സ്കൂളാണ് എന്ത്? തേരാവാദ ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ എൻലൈറ്റ്മെന്റ്. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. തേരാവാദ ബുദ്ധിസം എന്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഇൻഡിവിജ്വൽ എൻലൈറ്റ്മെന്റ്, ഒരാളുടെ എൻലൈറ്റ്മെന്റിനെ മാത്രമാണ് തേരാവാദ ബുദ്ധിസം ഫോളോ ചെയ്തിരിക്കുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് മൊണാസ്റ്റിക് ലൈഫ്. അപ്പം ഒരു മോങ്കിന്റെ ലൈഫ്, മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മോങ്ക് ജീവിക്കുന്ന ജീവിതം, ആ ഒരു ലൈഫ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് തേരാവാദ ബുദ്ധിസത്തിൽ പറയുന്നത്. അതൊരു ഇൻഡിവിജ്വൽ എൻലൈറ്റ്മെന്റിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എന്താണ്? ദ ഫോക്കസസ് ഓൺ അച്ചീവിങ് പേഴ്സണൽ നിർവാണ ത്രൂ സ്ട്രിക്ട് ഡിസിപ്ലിൻ ആൻഡ് മെഡിറ്റേഷൻ. അപ്പം ഒരു പേഴ്സണൽ നിർവാണ, നമ്മൾ പറഞ്ഞല്ലേ നേരത്തെ, ഇൻഡിവിജ്വൽ എൻലൈറ്റ്മെന്റ്, അത് തന്നെയാണ് പേഴ്സണൽ നിർവാണ എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ട്രിക്ട് ഡിസിപ്ലിനും മെഡിറ്റേഷനും വഴി ഒരാൾക്ക് കിട്ടുന്ന ഒരു നിർവാണ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ, ആ ഒരു നിർവാണ അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റ്മെന്റിനൊക്കെയാണ് തേരാവാദ ബുദ്ധിസം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എൻലൈറ്റ്മെന്റ് അച്ചീവ്ഡ് ഓൺലി ബൈ മെയിൽസിന് മാത്രമേ എൻലൈറ്റ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ തേരാവാദ ബുദ്ധിസം ആയിരുന്നു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മഹായാന ബുദ്ധിസം. അപ്പം ഇറ്റ് ഫോക്കസസ് ഓൺ കളക്റ്റീവ് ഫ്രീഡം. ഓക്കെ, കളക്റ്റീവ് ഫ്രീഡം ഫ്രം സഫറിങ് ആൻഡ് ടീച്ചിങ് ദ വേസ് ടു എൻലൈറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എവിടെയോ കേട്ട് മറന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഇപ്പൊ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാവും എവിടെ നിന്നാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം കളക്റ്റീവ് ഫ്രീഡം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്തിൽ വരുന്നത്? മഹായാന ബുദ്ധിസത്തിൽ വരുന്നത്. അപ്പം
ആൻഡ് ടീച്ചിങ് ദ വേസ് ടു എൻലൈറ്റ്മെന്റ്, എൻലൈറ്റ്മെന്റിലേക്ക് എത്താനുള്ള വഴികളും എന്ത് ചെയ്യുന്നുണ്ട് മഹായാന ബുദ്ധിസത്തിൽ പറയുന്നുണ്ട്. അപ്പം encourages followers to delay their own nirvana in order to help others attain liberation. അപ്പോൾ ഇവിടെ എന്താണ്, കളക്റ്റീവ് ഫ്രീഡം ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ അവരുടെ നിർവാണ അല്ലെങ്കിൽ ലിബറേഷനിലേക്ക് എത്താൻ സ്വയം വൈകിപ്പിക്കും. ഡിലേ ദെയർ ഓൺ നിർവാണ ഇൻ ഓർഡർ ടു, എന്തിനു വേണ്ടിയിട്ടാ, ഹെൽപ്പ് അതേഴ്സ് അറ്റെയിൻ ലിബറേഷൻ, ബാക്കിയുള്ളവരല്ലേ മറ്റുള്ള ആൾക്കാർക്ക് ലിബറേഷൻ അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം നിർവാണ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ലിബറേഷനിലേക്ക് എത്താനുള്ള വഴികൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈകിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കളക്റ്റീവായിട്ട് കുറേ ആൾക്കാർക്ക് എന്താണ് ലിബറേഷൻ അറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന മൂന്നാമത്തതാണ് എന്ത്, വജ്രായന ബുദ്ധിസം. അതൊരു ടിബറ്റൻ ബുദ്ധിസം, മെയിനായിട്ട് ടിബറ്റൻ ബുദ്ധിസം എന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് എംഫസൈസസ് മോർ ഓൺ സ്പെഷ്യൽ മെത്തേഡ്സ് ഫോർ ഇൻഡിവിജ്വൽ എൻലൈറ്റ്മെന്റ് ഇൻ വൺ ലൈഫ് ടൈം. അപ്പം ഇതൊരു കൈൻഡ് ഓഫ് ഷോർട്ട് കട്ട് പോലെയാണ്. അതായത് ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈഫ് ടൈമിൽ അവർക്ക് നിർവ്വാണം അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെ, സ്പെഷ്യൽ മെത്തേഡ്സ് വഴി. ഏതൊക്കെയാണ് സ്പെഷ്യൽ മെത്തേഡ്സ്? മേക്ക് യൂസ് ഓഫ് റിച്വൽസ്, മന്ത്രാസ്, അഡ്വാൻസ്ഡ് മെഡിറ്റേറ്റീവ് പ്രാക്ടീസസ് ഫോർ റാപ്പിഡ് എൻലൈറ്റ്മെന്റ്. അപ്പം ഒരു സിംഗിൾ ലൈഫ് ടൈമിൽ ഒരാൾക്ക്, അപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർവ്വാണം അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെ, മന്ത്രാസും റിച്വൽസും അഡ്വാൻസ്ഡ് മെഡിറ്റേറ്റീവ് പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലിബറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 3 സ്കൂൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു, which of the following school of Buddhism focuses on collective freedom from suffering and feeling the ways of enlightenment? അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും. ഏതാണത്, നമ്മളുടെ മഹായാന ബുദ്ധിസം. ഓപ്ഷൻ സി, മഹായാന ബുദ്ധിസം. നിർവാണ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷ, അതൊരു സ്കൂളല്ല, അതൊരു ടേം ആണ്. നമ്മൾ ലിബറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ടേം ആണ് നിർവാണ. അതിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് ടേം ആണ്. അപ്പൊ തേരവാദ ബുദ്ധിസത്തിനെ പറ്റിയിട്ടും വജ്രായന ബുദ്ധിസത്തിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇൻ കേസ് ഓഫ് ഇവിടെ എന്താണ്, കളക്റ്റീവ് ഫ്രീഡത്തിന് പകരം നമ്മൾ ഇവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് കൊടുക്കുന്നതെങ്കിലോ അവിടെ എന്ത് വരും, ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് വരും, തേരവാദ ബുദ്ധിസം വരും അല്ലേ. ഇനിയിപ്പോൾ സിംഗിൾ ലൈഫ് ടൈമിൽ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വജ്രായന ബുദ്ധിസം. അപ്പം ഈ ക്വസ്റ്റ്യൻ മേ ബി നെക്സ്റ്റ് ടൈം ഒന്ന് തിരിച്ചിട്ടായിരിക്കും ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ 3 സ്കൂൾസിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതിൽ ഇനി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ബുദ്ധിസം ഇസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ഇന്നർ പീസ് ആൻഡ് കൺട്രോളിങ് വൺ സെൽഫ് ഡിസയേഴ്സ്. ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു ഇന്നർ പീസ്, ഒരു സമാധാനം കണ്ടെത്തുന്ന ഒരു ഇതിനെയാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എന്താണ്, കൺട്രോളിങ് വൺ സെൽഫ് ഡിസയേഴ്സ്, അവനവൻ്റെ ആഗ്രഹങ്ങളും അറ്റാച്ച്മെന്റ്സും ഒക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ബുദ്ധിസത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ബുദ്ധിസം ആർ ബേസ്ഡ് ഓൺ 4 നോബിൾ ട്രൂത്ത്സ് ആൻഡ് 8 ഫോൾഡ് പാത്ത്. അപ്പം എന്താണ്, 8 ഫോൾഡ് പാത്തും 4 നോബിൾ ട്രൂത്ത്സും ബേസ് ചെയ്തിട്ടാണ് ബുദ്ധിസത്തിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ടുള്ള എന്താണ്, 4 നോബിൾ ട്രൂത്ത്സ്. ഓക്കെ, ബുദ്ധിസത്തിൽ വരുന്ന 4 നോബിൾ ട്രൂത്ത്സ്. ബുദ്ധ റിയലൈസ്ഡ് പെർട്ടിക്കുലർ ട്രൂത്ത്സ് അബൌട്ട് ദ വേൾഡ്. 4 നോബിൾ ട്രൂത്ത്സ്. അദ്ദേഹത്തിന്റെ ലക്ഷറിയസ് ലൈഫും രാജ്യവും ഒക്കെ വിട്ടിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം അദ്ദേഹം കണ്ടെത്തിയ 4 പ്രധാനപ്പെട്ട ഒരു നോബിൾ ട്രൂത്ത്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന 4 കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമതാണ് എന്ത്, ദുഃഖ. ദുഃഖ എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എക്സിസ്റ്റൻസ് ഓഫ് സഫറിങ്, ദാറ്റ് ഇസ് ലൈഫ് ഇസ് ഫുൾ ഓഫ് സഫറിങ്സ്. ദുഃഖ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്, അല്ലെങ്കിൽ ലൈഫിൽ കഷ്ടതകൾ ഉണ്ട്, സഫറിങ്സ് ഉണ്ട്. ലൈഫിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കഷ്ടതകൾ, അല്ലെങ്കിൽ സഫറിങ്സ് എന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എന്തിൽ വരുന്നത്, ദുഃഖയിൽ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് വരുന്നത് എന്താ, ദുഃഖ സമുദായ. ദുഃഖ സമുദായയിൽ എന്താ ഉദ്ദേശിക്കുന്നത്, സഫറിങ് ആസ് എ കോസ്, ദാറ്റ് ഈസ് തൻഹ. അതായത് സഫറിങ്ങിനൊരു കാരണമുണ്ട്. ഈ സഫറിങ് ഒക്കെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ആ സഫറിങ് വരാനൊരു കാരണമുണ്ട്. അതാണ് എന്ത്, ക്രേവിങ് അല്ലെങ്കിൽ ഡിസയേഴ്സ്. ഈ ക്രേവിങ് ഡിസയേഴ്സിനെ എന്താണ് പറയല്, തൻഹ എന്നാണ് പറയല്. ഓക്കെ, അപ്പം ക്രേവിങ് അല്ലെങ്കിൽ ഡിസയേഴ്സ് കാരണമാണ് നമുക്ക് സഫറിങ് വരുന്നത് എന്നാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്തത് ദുഃഖ നിരോധ.
there is a cessation of suffering by elimination of cravings or desires. ഈ പറയുന്ന സഫറിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഡ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ നിർത്താൻ പറ്റും. എങ്ങനെ? ബൈ എലിമിനേഷൻ ഓഫ് ക്രേവിങ്സ് ഓർ ഡിസയർ. നമ്മളുടെ ക്രേവിങ്സിനെ ഇല്ലെങ്കിൽ ഡിസയേഴ്സിനൊക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സഫറിങ്ങിന് ഒരു അന്ത്യം വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ദുഃഖ നിരോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമതായി വരുന്നത് എന്താണ്? ദുഃഖ നിരോധ മാർഗം. There is a path to end the suffering by eliminating craving. അപ്പൊ ക്രേവിങ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സഫറിങ് നിർത്താൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ക്രേവിങ്സിനെ എലിമിനേറ്റ് ചെയ്യുക? അതിനും ഒരു വഴിയുണ്ട്. ഏതാണത്? അതാണ് നമ്മളുടെ 8-fold പാത്ത്. ഓക്കെ, ഈ 8-fold പാത്ത് ഫോളോ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? സഫറിങ്ങിനെ എൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ക്രേവിങ്സ് എലിമിനേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡിസയേഴ്സ് എലിമിനേറ്റ് ചെയ്തിട്ട്. അപ്പം 4 എണ്ണാണുള്ളത് അല്ലെ? ബുദ്ധിസത്തിന്റെ 4 നോബിൾ ട്രൂത്ത്സ് ഏതൊക്കെയാണ്? ദുഃഖ, ദുഃഖ സമുദായ, ദുഃഖ നിരോധ മാർഗം. അപ്പം ഇപ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഓപ്ഷൻസ് ലിസ്റ്റ് 1 വന്നത്? ദുഃഖ അല്ലെ? ദുഃഖ. ലിസ്റ്റ് 2 ഏതായിരിക്കും? സഫറിങ് ആസ് എ പാർട്ട് ഓഫ് ലൈഫ്, സഫറിങ് ആസ് എൻ എൻഡ്, സഫറിങ് ആസ് എ കോസ്, ദർ ഇസ് എ വേ ടു എൻഡ് സഫറിങ്. ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റിൽ ഇതിന്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, പറയാം അല്ലെ? ദുഃഖ ഏതാണ്? ഫസ്റ്റ് വൺ. സഫറിങ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. സഫറിങ് എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഇനി ദുഃഖ സമുദായ ഏതാണ്? സഫറിങ് ആസ് എൻ എൻഡ്, സഫറിങ് ആസ് എ കോസ്, ദർ ഇസ് എ വേ ടു എൻഡ് സഫറിങ്. ഏതാ വരിക? സഫറിങ് ആസ് എ കോസ്. സഫറിങ്ങിന് എന്തുണ്ട്? ഒരു കാരണമുണ്ട്. ഓക്കെ, പിന്നെ ദുഃഖ നിരോധ. ദുഃഖ നിരോധ എന്താണ്? സഫറിങ് ആസ് എൻ എൻഡ്, നമുക്ക് നിരോധിക്കാൻ പറ്റും. ഓക്കെ, ദുഃഖ നിരോധ മാർഗ എന്താണ്? ദർ ഇസ് എ വേ ടു എൻഡ് സഫറിങ്. അപ്പം A1, B3, C2, D4. അപ്പം ഇതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാ? A1, B3, C2, D4. അപ്പം ഓപ്ഷൻ 4 ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് എന്താണ്? 8-fold പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗിക മാർഗ ഓഫ് ബുദ്ധിസം എന്ന് പറയും. ഓക്കെ, അഷ്ടാംഗിക മാർഗ ഓഫ് ബുദ്ധിസം അല്ലെങ്കിൽ 8-fold പാത്ത്. അപ്പം ഈ പറയുന്ന സഫറിങ് നമ്മൾ എൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്ത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതാണ് എന്ത്? 8-fold പാത്ത്. അപ്പം ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു അറ്റൈൻ നിർവാണ, ഫ്രീയിങ് ഹിം ഫ്രം അറ്റാച്ച്മെന്റ്സ് ആൻഡ് ഡിലൂഷൻസ്, ഹെൽപ്പിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്നേറ്റ് ട്രൂത്ത് ഓഫ് ഓൾ തിങ്സ്. അപ്പം ഇത് ഒരാളുടെ ലിബറേഷൻ അറ്റൈൻ ചെയ്യാൻ സഹായിക്കും. കൂടാതെ ഫ്രീയിങ് ഹിം ഫ്രം എങ്ങനെ? അറ്റാച്ച്മെന്റ്സ് ആൻഡ് ഡെല്യൂഷൻസ്. അപ്പം അദ്ദേഹത്തിന്റെ അറ്റാച്ച്മെന്റ്സ്, ഡെല്യൂഷൻസ് അല്ലെങ്കിൽ ഡിസയേഴ്സ് എന്നൊക്കെ അയാളെ ഫ്രീ ചെയ്യാൻ ഹെൽപ്പായിട്ട്, ഒഴിവാകാൻ എളുപ്പമായിട്ട്, ഹെൽപ്പിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്നേറ്റ് ട്രൂത്ത് ഓഫ് ഓൾ തിങ്സ്. അപ്പം എല്ലാ കാര്യങ്ങളുടെയും ഒരു സത്യം അയാളെ തിരിച്ചറിയാൻ എന്ത് ചെയ്യും? സഹായിക്കും 8-fold പാത്ത് ഫോളോ ചെയ്യുന്നതോടുകൂടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 8-fold പാത്ത് ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടാവും. അത് മെയിനായിട്ട് പിന്നെ ഒരു 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു 3 എണ്ണത്തിനെ ആക്കിയിട്ട് ഈ 8 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? വിസ്ഡം, പ്രജ്ഞ, മൊറാലിറ്റി, സില, മെഡിറ്റേഷൻ, സമാധി. ഓക്കെ, അപ്പോൾ വരുന്ന ഏതൊക്കെയാണ് നമ്മളുടെ 8-fold പാത്തിലെ ഫസ്റ്റ് 8 എണ്ണം ഏതൊക്കെയാണ്? റൈറ്റ് വ്യൂസ്, റൈറ്റ് ഇൻറ്റൻസ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് കണ്ടക്ട്, റൈറ്റ് ലിവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മളുടെ 8 എണ്ണം. അപ്പം നമുക്ക് അതിനെ കുറച്ച് ഡീപ്പായിട്ട് പോകാം അല്ലേ? അപ്പം ആദ്യം വരുന്ന 2 എണ്ണം, അതായത് റൈറ്റ് വ്യൂസും റൈറ്റ് ഇൻറ്റൻഷനുമാണ് നമ്മളുടെ പ്രജ്ഞ അല്ലെങ്കിൽ വിസ്ഡത്തിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, വിസ്ഡത്തിൽ പ്രജ്ഞയിൽ വരുന്നതാണ് എന്ത്? റൈറ്റ് വ്യൂസ് അല്ലെങ്കിൽ റൈറ്റ് ഇൻറ്റൻഷൻ. അപ്പം റൈറ്റ് വ്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അതിന്റെ മീനിങ്ങും വരുന്നത്. ഓക്കെ, അപ്പം റൈറ്റ് വ്യൂസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ഓൾ തിങ്സ് ആസ് ഇംപെർഫെക്റ്റ്, ഇംപെർമനന്റ്, ഇൻസബ്സ്റ്റൻഷ്യൽ. അതായത് ഒന്നും നിലനിൽക്കുന്നില്ല, എല്ലാം ടെമ്പററി മാത്രമാണ്, എല്ലാം പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല, എല്ലാം ഇംപെർഫെക്റ്റ് ആണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് എന്താണ്? ആ ഒരു വ്യൂവിനെയാണ് നമ്മൾ റൈറ്റ് വ്യൂസ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഇന്റൻഷൻ, ടു ഹാവ് ഡിറ്റർമിനേഷൻ ടു ഫ്രീ വൺസെൽഫ് ഫ്രം അറ്റാച്ച്മെന്റ്, ഹേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ഇഗ്നോറൻസ്. അപ്പം
ഈ അറ്റാച്ച്മെന്റ്, ഹേറ്റ്ഫുൾനെസ്, ഇഗ്നോറൻസ് എന്നൊക്കെ ഒരാളെ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഫ്രീ ആക്കാനായിട്ട് അയാളുടെ ഡിറ്റർമിനേഷൻ ആണ്, അയാളുടെ ഇന്റൻഷൻ ആണ് എന്ത് പറയുന്നത്, റൈറ്റ് ഇന്റൻഷനിൽ വരുന്നത്. അപ്പം ഈ രണ്ടെണ്ണമാണ് നമുക്ക് എന്തിൽ വരുന്നത്, വിസ്ഡത്തിൽ വരുന്നത് അല്ലെങ്കിൽ പ്രജ്ഞാനിൽ വരുന്ന രണ്ടെണ്ണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്, ഒരു മൂന്നെണ്ണം അല്ലേ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവ്ലിഹുഡ്. അപ്പം റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ലിവ്ലിഹുഡ് വരുന്നുണ്ട്. അപ്പം എന്താണ് റൈറ്റ് സ്പീച്ച് വരുന്നത്, അബ്സ്റ്റൈനിങ് ഫ്രം ലൈയിങ്, ഗോസിപ്പിംഗ്, ഹേർട്ട്ഫുൾ സ്പീച്ച് വിച്ച് കുഡ് ഹാം അതേഴ്സ്. മറ്റുള്ളവർക്ക് ദോഷകരമായി വരുന്ന കള്ളങ്ങള് ഇല്ലെങ്കിൽ ഗോസിപ്പ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരുന്ന, അയാളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അയാളെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് റൈറ്റ് സ്പീച്ച് വരുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ആക്ഷൻ സെയിം സാധനം തന്നെ, എങ്ങനെ, കില്ലിങ്, സ്റ്റീലിങ്, സെൻഷ്വാലിറ്റി, ലൈയിങ്, ഇൻടോക്സിക്കേഷൻ, ബാക്കിയുള്ളവർക്ക് ഹാമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക, റൈറ്റ് ആക്ഷൻ എന്നുള്ളതാണ് വരുന്നത്. പിന്നെ റൈറ്റ് ലിവ്ലിഹുഡ് വരുന്നുണ്ട് അല്ലേ, മേക്കിംഗ് വൺസ് ലൈഫ് ഇൻ എ ഹോണസ്റ്റ് നോൺ ഹേർട്ട്ഫുൾ വേ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതം, അതാണ് എന്ത്, റൈറ്റ് ലിവ്ലിഹുഡ്. അപ്പം ഇത് വരുന്നത് എന്തിലാണ്, സില, എത്തിക്കൽ കണ്ടക്ട് അല്ലെങ്കിൽ എത്തിക്കൽ കണ്ടക്ട്, സില എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് എന്ത് വരുന്നത്, ഈ മൂന്നെണ്ണം വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ റൈറ്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം റൈറ്റ് എഫേർട്ട് വരുന്നത് എന്താണ്, ടേക്കിംഗ് കൺട്രോൾ ഓഫ് യുവർ മൈൻഡ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ് റിക്വയർഡ് എഫേർട്സ് ടു ഡെവലപ്പ് ഗുഡ് മെന്റൽ ഹാബിറ്റ്സ്. അപ്പം നല്ലൊരു മെന്റൽ ഹാബിറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു മെന്റൽ ഹാബിറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, അതിലെ കണ്ടന്റ്സിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് അതിനൊരു എഫേർട്ട് കൊടുക്കുക, നല്ല മെന്റൽ ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് കൊടുക്കുക, അതാണ് എന്ത് റൈറ്റ് എഫേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അഞ്ചല 6, 7, 8 ആട്ടോ. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു എഫേർട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒരു ഗുഡ് മെന്റൽ ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് എഫേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റൈറ്റ് മൈൻഡ്ഫുൾനെസ്, കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ, acceptance of thoughts and perceptions, a bare attention to these events without attachments. അപ്പം ഒരു മെഡിറ്റേഷൻ ടൈപ്പാണ് മൈൻഡ്ഫുൾനെസ്സിന് ഉദ്ദേശിക്കുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് തോട്ട്സ് ആൻഡ് പെർസെപ്ഷൻസ്, നമ്മൾ എന്താണോ നമ്മളെ തോട്ട്സ്, പെർസെപ്ഷൻസ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ വേർ അറ്റൻഷൻ ടു ദീസ് ഇവൻറ്റ്സ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്സ്, ഈ കാര്യങ്ങൾക്കൊന്നും അധികം ഒരു അറ്റൻഷൻ കൊടുക്കാതെ, അറ്റാച്ച്മെന്റ്സിനൊന്നും അധികം ഒരു അറ്റൻഷൻ കൊടുക്കാതെ നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതായത് പ്രസന്റിൽ നമ്മൾ എന്താണെന്നുള്ള ഒരു ബോധം വരിക എന്നുള്ളതൊക്കെയാണ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി റൈറ്റ് കോൺസെൻട്രേഷൻ എന്താ, വൺ ഹു ഹാസ് ഗൈഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ലാസ്റ്റ് 7 rules ആൻഡ് ഫ്രീഡ് ഹിംസെൽഫ് ഫ്രം ഓൾ പാഷൻസ് ആൻഡ് ഇവിൽ തോട്ട്സ് ഇസ് ഫിറ്റ് ടു എൻ്റർ ഇൻ ടു ദ ഡീപ്പർ സ്റ്റേജസ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പം ഈ ഒരു ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ 7 റൂളും ഫോളോ ചെയ്ത ആള് കുറച്ചും കൂടി ഡീപ്പറായിട്ട് കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോവുകയാണ്. അപ്പം ഇതൊന്നുമല്ല, ഇനിയാണ് തുടങ്ങുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം കഴിഞ്ഞ പാഷൻസും ഈവിൾ തോട്ട്സും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കോൺസെൻട്രേഷന്റെ വളരെ ഡീപ്പർ ആയിട്ടുള്ള സ്റ്റേജിന്റെ ഒരു തുടക്കത്തിലേക്കാണ് ഈ ഒരു സ്റ്റേജിൽ കടന്നു പോകുന്നത്. ദാറ്റ് ഗ്രാജുവലി ടേക്സ് ഹിം ഫ്രം ഹിസ് ഗോൾ ഇസ് ലോങ് ജേർണി ഓഫ് സെസേഷൻ ഓഫ് സഫറിങ്. എന്താണ്, ആ ഒരു സഫറിങ്ങിന്റെ ഒരു തുടക്കമായിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഇനി ഒരുപാട് ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഒരു ഫുള്ളി എൻഡ് ഓഫ് ദ സഫറിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, എൻലൈറ്റ്മെന്റിലേക്ക് എത്താൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ മൂന്ന് സ്റ്റേജസ് ആണ്, അതായത് റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് കോൺസെൻട്രേഷൻ ആണ് നമ്മളുടെ സമാധി അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 8 fold പാത്ത് കവർ ചെയ്തു തന്നെ അല്ലേ. ഇനി അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇറ്റ് ഈസ് പോസിബിൾ ടു അക്സെപ്റ്റ് ദ വേൾഡ് ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ. ദിസ് ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ബുദ്ധിസം അല്ലേ. അപ്പം ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ആയിരുന്നു നമുക്ക് തന്നത്. റൈറ്റ് തോട്ട് ഇൻ 8 fold പാത്ത്, റൈറ്റ് മൈൻഡ്ഫുൾനെസ് ഇൻ 8 fold പാത്ത്, എലിമിനേഷൻ ഓഫ് ക്രേവിങ്, എക്സിസ്റ്റൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പം റൈറ്റ് തോട്ട് ഇൻ 8 fold പാത്ത്, 8 fold പാത്തിന്റെ 2 ഓപ്ഷൻസ് ആണ് അല്ലേ നമുക്ക് തന്നത്. 8 fold പാത്തിന്റെ 2 ഓപ്ഷൻസ് ആണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ്,
റൈറ്റ് തോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ നോൺ വയലന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ കമ്പാഷൻ ആയിട്ടിരിക്കുക. റൈറ്റ് തോട്ട്, നല്ല രീതിയിലുള്ള ചിന്തകൾ മാത്രമാക്കുക, മറ്റുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ ഉള്ള എന്താണ് റൈറ്റ് തോട്ടിൽ വരുന്നത് അല്ലേ, 8 ഫോൾഡ് പാത്ത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പം അടുത്ത ഓപ്ഷൻ എന്താണ്? അപ്പൊ ആ ഓപ്ഷൻ അല്ല. ഓക്കെ, ഇനി റൈറ്റ് മൈൻഡ്ഫുൾനെസ്. ഇത് നമ്മൾ ഒരു അക്സെപ്റ്റൻസ് വേണമെന്ന് ഇതിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി മൈൻഡ്ഫുൾനെസ് അലോൺ ഡസന്റ് എലിമിനേറ്റ് സഫറിങ് അൺലെസ് ക്രേവിംഗ് ഇസ് ഓൾസോ റിമൂവ്ഡ്. മൈൻഡ്ഫുൾനെസ് മാത്രം എന്ത് ചെയ്യില്ല, ഈ ഒരു സഫറിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല, എലിമിനേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷനും എല്ലാം ഒഴിവാക്കി നമുക്ക് ആ വേൾഡിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. ഓക്കെ, അൺലെസ് ക്രേവിംഗ് ഇസ് ഓൾസോ റിമൂവ്ഡ്. ക്രേവിംഗ് റിമൂവ് ചെയ്യാതെ നമുക്കത് പറയാൻ പറ്റില്ല. ഇനി അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് എന്ത്, എലിമിനേഷൻ ഓഫ് ക്രേവിംഗ്. അപ്പം നേരത്തെ 2 ഓപ്ഷൻ വന്നത് ഏതായിരുന്നു? 8 ഫോൾഡ് പാത്ത് എന്നായിരുന്നു അല്ലെ. അപ്പം ഈ 2 ഓപ്ഷൻ വരുന്നത് ഏതെന്നാ? നോബിൾ ട്രൂത്ത് എന്നാണ് ഈ 2 ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ 2 മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കാണുന്നത് അല്ലെ. ഓപ്ഷൻസിൽ വരുമ്പോൾ നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എലിമിനേഷൻ ഓഫ് ക്രേവിംഗ് ആ പറഞ്ഞല്ലേ, ക്രേവിംഗ് തൻഹ ഇസ് ദ റൂട്ട് കോസ് ഓഫ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ. ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് കോസ് തന്നെയാണ് എന്ത്, ക്രേവിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മളുടെ വേൾഡ് ഉള്ളത് അതിനെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ മൂന്നാമത്തതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ. അപ്പം ഇത് നമ്മളുടെ 3rd നോബിൾ ട്രൂത്തിൽ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എക്സിസ്റ്റൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, ഫസ്റ്റ് നോബിൾ ട്രൂത്ത്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ദുഃഖമാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരുന്നു? മൂന്നാമത്തെ, എലിമിനേഷൻ ഓഫ് ക്രേവിംഗ്. ഇനി ഒരു 2 ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുന്നതോടെ ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആ 2 ക്വസ്റ്റ്യൻ ഏതാണെന്നല്ലേ നോക്കാം. The basic aspects of philosophy of early Buddhism fall into. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് അല്ലാത്ത 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 3 PYQ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ ഒരു PYQ ആണ് ഏത്? ബേസിക് ആസ്പെക്ട്സ് ഓഫ് ഫിലോസഫി ഓഫ് ഏർലി ബുദ്ധിസം fall into. ഏർലി ബുദ്ധിസം, ഇപ്പത്തല്ല കുറച്ച് മുന്നേ ഉള്ള ബുദ്ധിസം ഏത് ബേസിക് ഫിലോസഫിയുടെ ആസ്പെക്ട്സിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തിയറി ഓഫ് നോളജ്, തിയറി ഓഫ് സൊസൈറ്റി, തിയറി ഓഫ് റിയാലിറ്റി, തിയറി ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. 1ഉം 4ഉം ഇൻക്ലൂഡ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. 1ഉം 2ഉം 3ഉം ഉണ്ട്. 1ഉം 3ഉം 4ഉം ഉണ്ട്. 2ഉം 4ഉം ഉണ്ട്. അപ്പം ജൂൺ 2023 ലാസ്റ്റ് ഇയറിന്റെ മുന്നത്തെ ഇയറിൽ ചോദിച്ച ചോദ്യമാണ് എന്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം നോക്കാം അല്ലേ. അപ്പം ഏർലി ബുദ്ധിസം ഹെവിലി എംഫസൈസസ് ദ ഫോളോയിങ് ഏരിയാസ്. ഈ പറയുന്ന കാര്യങ്ങളിലാണ് ബുദ്ധിസം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തിയറി ഓഫ് നോളജ്, ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള തിയറി ഓഫ് നോളജ്. Buddhism presents deeply into the nature of knowledge, questioning how we perceive the world and how we attain true understanding. അപ്പം ബുദ്ധിസം എന്ന് പറയുന്നത് തിയറി ഓഫ് നോളജിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാ നമ്മൾ അതിനെ, എന്താണ് ശരിക്കുമുള്ള നോളജ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നുണ്ട് വേൾഡിനെ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ തിയറി ഓഫ് നോളജുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിസം റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം തിയറി ഓഫ് നോളജ് എന്താണ്, ഒരു ഓപ്ഷനിൽ നമുക്ക് വരാവുന്ന ഒരു ഇതാണ്. അപ്പം ഓപ്ഷൻ ഫസ്റ്റ് വന്നല്ലേ. ഇനി 3rd വൺ, തിയറി ഓഫ് റിയാലിറ്റിയുമായിട്ടും ബുദ്ധിസം റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ്? Buddhism presents a unique perspective on reality, emphasizing the interconnectedness of all things, the impermanent nature of existence, and the concept of selflessness. അപ്പം റിയാലിറ്റിയുമായിട്ടും ബുദ്ധിസം വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓൾ തിങ്സ്, എല്ലാ തിങ്സും നമ്മളുടെ ഇന്റർ കണക്റ്റഡ്നെസ് പറയുന്നുണ്ട്. ഇംപെർമനന്റ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, ഒന്നും പെർമനന്റ് അല്ല എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെന്താണ്? സെൽഫ്നെസ്സസ് അല്ലെങ്കിൽ അനാഥ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റും അതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു തിയറി ഓഫ് റിയാലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിസത്തിൽ റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ 1ഉം 3ഉം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി തിയറി ഓഫ് പെർസെപ്ഷൻ. Buddhism explores how we perceive the world and how our perceptions can be influenced by illusions and attachments. അപ്പം
അറ്റാച്ച്മെന്റ്സ് ഇല്യൂഷൻസ് ഒക്കെ എങ്ങനെ നമ്മളെ പെർസീവ് അല്ലെങ്കിൽ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യവും എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിസത്തിൽ പറയുന്നുണ്ട്. അപ്പൊ തിയറി ഓഫ് പെർസെപ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബുദ്ധിസത്തിനെ റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ്? 1, 3, 4 അല്ലേ? ഇനി അടുത്തൊരു ഓപ്ഷൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. ദർ ഇസ് ലിറ്റിൽ ടു നോ ഡിസ്കഷൻ ഓഫ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ് ഓർ സോഷ്യൽ തിയറി. ഞാനിപ്പോൾ ബുദ്ധിസത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിലെവിടെയും സൊസൈറ്റൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ തിയറിനെ ഒന്നും പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ബുദ്ധിസത്തിന് തീരെ പറയാത്ത ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിയറിയാണ് എന്ത്, തിയറി ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു തിയറി ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഇതില് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഏതാണ് 1, 3, 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ഒരു PYQ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ലാസ്റ്റ് PYQ ആണ്. ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് അനലൈസ്ഡ് ഇൻടു 5 ഫാക്ടേഴ്സ് ആസ് വ്യൂഡ് ബൈ ബുദ്ധിസം. ഓക്കെ, ഇതുവരെ കേൾക്കാത്തൊരു സംഭവം അല്ലെ. പേഴ്സണാലിറ്റി 5 ഫാക്ടേഴ്സ് ആയിട്ട് ബുദ്ധിസത്തിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാ, ഏതൊക്കെയാണ് നമ്മളുടെ ഓപ്ഷൻ? മെറ്റീരിയൽ പെർസെപ്ഷൻ ഫീലിംഗ്, ഡിസ്പൊസിഷൻ കോൺഷ്യസ്നെസ്, തിങ്കിങ് ബിലീഫ് ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് അറ്റൻഷൻ. അപ്പൊ ജൂൺ 2023 ചോദിച്ച 2023 2 ക്വസ്റ്റ്യൻ അപ്പോൾ വന്നു അല്ലേ. അപ്പം ചോദിച്ച ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയെന്നുള്ളത് എന്താ, 1 and 2, 2 and 3, 3 and 4, 1 and 4. അപ്പം ഈ 4 നമ്മളുടെ ഓപ്ഷൻസ്. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ബുദ്ധിസത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത്. ഇൻ ഏർലി ബുദ്ധിസ്റ്റ് ഫിലോസഫി, particularly in the Theravada and Mahayana schools, the human being is not seen as fixed or permanent self, but rather as a collection of എന്താണ് 5 constantly changing components. അപ്പം ഈ തേരാവാദ ബുദ്ധിസത്തിലും മഹായാന ബുദ്ധിസത്തിലും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് അല്ല എന്നാണ് പറയുന്നത്. പകരം എന്താണ്, കളക്ഷൻ ഓഫ് 5 കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് കോമ്പണൻസ്. അപ്പം 5 കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന കോമ്പണൻസിന്റെ ഒരു റിസൾട്ട് ആണ് അല്ലെങ്കിൽ എന്താണ്, ഒരു കളക്ഷൻ ആണ് എന്ത്, ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ 5 കോമ്പണൻസിനെ നമ്മൾ എന്താ പറയാ, സ്കന്ധാസ് അല്ലെങ്കിൽ aggregates. Okay, these are the basis for understanding personality, suffering and the illusion of permanent self. അപ്പം ഈ സ്കന്ധാസ് അഗ്രിഗേറ്റ്സ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, രൂപ അല്ലെങ്കിൽ ഫോം, മെറ്റീരിയൽ, മാറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ഇതെന്താണ്, നമ്മുടെ ഫിസിക്കൽ ബോഡീനെയാണ് ഇതിന് കൂടുതൽ പറയുന്നത്. ഓക്കെ, ആൻഡ് മെറ്റീരിയൽ ഫോം ഇൻക്ലൂഡിങ് ദ 5 ഫിസിക്കൽ സെൻസ് ഓർഗൻസ്. അപ്പൊ ഫിസിക്കൽ ബോഡീനെയാണ് ഇതിനെപ്പറ്റി എന്ത് രൂപയിൽ പറയുന്നത്. അപ്പം അതിന്റെ ഫിസിക്കൽ സെൻസ് ഓർഗൻസ് ഐ, ഇയർ, നോസ്, ടങ്, ബോഡി ഒക്കെ, പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, നമ്മുടെ സെൻസറി ഓർഗൻസ് കൂടാതെ അതിന്റെ എന്താണ് സെൻസേഷൻസ് ഏതൊക്കെയാന്നുള്ളത്, സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, ഇതൊക്കെയാണ് ഈ ഫോം, മെറ്റീരിയൽ അല്ലെങ്കിൽ മാറ്ററിലൊക്കെ പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്, വേദന, ഫീലിംഗ് അല്ലെങ്കിൽ സെൻസേഷൻ. ഓൾ ഫീലിംഗ്സ് ആൻഡ് സെൻസേഷൻ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ. അത് രണ്ടും എന്ത് പറയുന്നത്, ഫിസിക്കലും മെന്റലും ആയിട്ടുള്ളത് എന്ത് പറയുന്നത്, നമ്മുടെ വേദന അല്ലെങ്കിൽ ഫീലിംഗ് സെൻസേഷൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട്. അപ്പം ദ എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ്സ് ആസ് പ്ലസന്റ്, അൺപ്ലസന്റ് ഓർ ന്യൂട്രൽ. അപ്പം ഈ ഒരു ഫീലിങ്ങിനെ പ്ലസന്റ്, അൺപ്ലസന്റ്, ന്യൂട്രൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇറ്റ് അറൈസസ് ഫ്രം കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് ദെയർ ഒബ്ജക്ട്സ്. അപ്പം നേരത്തെ പറഞ്ഞ രണ്ടും സെൻസ് ഓർഗൻസും അതിന്റെ ഒബ്ജക്ട്സും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് വരുമ്പോഴാണ് എന്ത് നമുക്ക് വേദന എന്നുള്ളൊരു പാർട്ടിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്താണ് സജ്ഞ അല്ലെങ്കിൽ സഞ്ജ എന്നൊക്കെ പറയും, പെർസെപ്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ റെക്കഗ്നേഷൻ ഓർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. പെർസെപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്ത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഐഡന്റിഫൈങ് വാട്ട് ഈസ് പെർസീവ്ഡ് ത്രൂ ദ സെൻസസ് ആൻഡ് അസൈനിങ് മീനിങ് ടു ഇറ്റ്. അപ്പം സെൻസസ് വഴി എന്താണെന്നുള്ളത് നമ്മൾ പെർസീവ് ചെയ്യുക, അതിനൊരു അർത്ഥം കൊടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് സഞ്ജ അല്ലെങ്കിൽ പെർസെപ്ഷൻ വരുന്നത്. ഇനി നാലാമത്തത് എന്താണ്, സംഖാര. ഏതാ, മെന്റൽ ഫോർമേഷൻസ്, വൊളീഷണൽ ആക്ടിവിറ്റീസ്, ഡിസ്പൊസിഷൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഓക്കെ,
അപ്പം റെഫേഴ്സ് ടു മെന്റൽ സ്റ്റേറ്റ് സച്ച് ആസ് വിൽ, അറ്റൻഷൻ, ഡിറ്റർമിനേഷൻ, ഇമോഷൻ, ഹാബിറ്റ്സ്, ഇൻക്ലിനേഷൻ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? സൻഖാരയിൽ വരുന്നതാണ്. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് എറ്റ്സ് കർമ്മ ഫോമിങ് വൊളീഷണൽ. വൊളീഷണൽ എന്ന അർത്ഥം എന്താണ്? വിൽ അല്ലെങ്കിൽ ഇന്റൻഷൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം ഒരു കർമ്മ ഫോമിങ് വൊളീഷണൽ ആക്ട്സ്, നമ്മളുടെ ഇമോഷൻസ്, ഡിറ്റർമിനേഷൻ, അറ്റൻഷൻ, ഇതെല്ലാം വരുന്നത് എന്താണ്? സംഖാരയിലാണ്. ഓക്കെ. ദിസ് ഇസ് വാട്ട് കണ്ടിന്യൂസ് ഫ്രം ലൈഫ് ടു ലൈഫ് അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് തോട്ട്സ്. ബുദ്ധിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മളുടെ ഈ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സാധനം, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാധനം എന്നാണ് പറയുന്നത്. അതാണ് എന്ത്? സംഖാര. വിജ്ഞാന എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവയർനെസ്. അവയർനെസ് ഓർ നോയിങ് ഓഫ് സെൻസ് ഒബ്ജക്ട്സ് ആൻഡ് മെന്റൽ ഫിനോമിന. അപ്പം എന്താണ് അവെയർ ആയിട്ടിരിക്കുക? സെൻസ് ഒബ്ജക്ട്സ് എന്ത്, മെന്റൽ ഫിനോമിന എന്ത് എന്നൊക്കെ ഉള്ളത് താൻ അവെയർ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് എന്തിന്? വിജ്ഞാന എന്ന് വരുന്നത്. അപ്പം ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ നോയിങ് ദാറ്റ് അലൗസ് അസ് ടു എക്സ്പീരിയൻസ് ദ വേൾഡ് ആൻഡ് അവർ സെൽഫ്. അപ്പം വേൾഡിനെയും നമ്മളെയും എന്താണ്? എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവെയർ ആയിട്ടിരിക്കാൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എന്തിൽ വരുന്നത്? വിജ്ഞാനയിൽ വരുന്നത്. അപ്പം ഫോം, രൂപ, അതായത് രൂപ, മെറ്റീരിയൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് എന്താണ്? സെൻസേഷൻ അല്ലെങ്കിൽ വേദന. മൂന്നാമത്തത് സംജ്ഞ അല്ലെങ്കിൽ സന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർസെപ്ഷൻ. സാൻസ്ക്രിറ്റിലെ 2 വേർഡും എല്ലാം വരുന്നുണ്ട്. പിന്നെ സംസ്കാര അല്ലെങ്കിൽ സഖാര നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അത് മെന്റൽ ഫോർമേഷൻസ്. പിന്നെ കോൺഷ്യസ്നെസ്, വിജ്ഞാന, വിജ്ഞാന നമ്മൾ പറഞ്ഞത് ഒക്കെ എന്താണ്? നമ്മളുടെ 5 ഫാക്ടേഴ്സ് ആണ് അല്ലെ, സ്കന്ധാസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു മെറ്റീരിയല്, പെർസെപ്ഷന്, ഫീലിംഗ്, ഡിസ്പൊസിഷൻ, കോൺഷ്യസ്നെസ്. ഈ 5 എണ്ണാണ് നമ്മളുടെ സ്കന്ധാസ് അല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ പേഴ്സണാലിറ്റീനെ അനലൈസ് ചെയ്തിരിക്കുന്ന 5 ഫാക്ടർ ബുദ്ധിസത്തിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. ഇനി അപ്പൊ ആൻസർ ഏതൊക്കെയാ? 1 and 2. അപ്പം ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ. അപ്പം നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബുദ്ധിസത്തിൽ വെച്ചിട്ട്. ബുദ്ധിസത്തിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ചോദിച്ചൊരു ചോദ്യമായിരിക്കില്ല, അല്ലെ ഈ കൊല്ലം ചോദിച്ചൊരു ചോദ്യമായിരിക്കില്ല നെക്സ്റ്റ് ഇയർ ചോദിക്കുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. എല്ലാ ഇയറിലും നിങ്ങൾക്ക് എന്താ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ എൻലൈറ്റിൽ എല്ലാവരും ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നാലും ഒന്നും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളുടെ സൗജന്യമായിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ, PYQs, മോക്ക് ടെസ്റ്റ്, വെബിനാർസ്, സ്റ്റഡി നോട്ട്സ് എല്ലാം ഉണ്ടാകും. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി പോൾസ് നടക്കുന്നുണ്ട്, PYQ ക്വസ്റ്റ്യൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എഡ്ഫിലിൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻസിൽ എല്ലാവരും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കേണ്ടതാണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്